പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആനന്ദമെന്ന ആ ഫലത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ. നമുക്ക് തുടർന്ന് വീണ്ടും ഒന്ന് ധ്യാനിക്കാം. യെശയ്യായുടെ പുസ്തകം 61-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്: നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും, നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. കണ്ടോ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ആനന്ദം നിത്യമായിരിക്കും. എത്രയോ മഹത്തായ വചനമാണ് എന്ന് നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. ഈ വചനത്തിൻ്റെ ആന്തരികമായ അർത്ഥമൊന്നുകൂടി വെച്ച്, നിങ്ങൾ, അതിൻ്റെ ആരംഭം ഇങ്ങനെയാണ്: ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും, അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും, നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. എന്താണ് ഈ ഇരട്ടി ഓഹരി? ഈ ലോകത്തിൻ്റേതായിട്ടുള്ള വലിച്ചു വാരിക്കൂട്ടുന്ന കുറേ സമ്പത്തിൻ്റെ മേഖലകളെ കുറിച്ചും കൂടെ അല്ല സഹോദരങ്ങളെ. ഇരട്ടി ഓഹരി എന്ന് പറയുമ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവിലുള്ള നിറവാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിലേക്ക് കൂദാശകളിലൂടെ ലഭിച്ച ആ ദൈവവരപ്രസാദത്തിൻ്റെ ഇരട്ടി ആയിട്ടുള്ള ആനന്ദം ആ ആത്മാവിൽ നിന്നും പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങും. അപ്പോൾ ആ ദേശത്തും അതിൻ്റേതായിട്ടുള്ള അനുഭവം ഉണ്ടാകും. ആ ദേശം പോലും അനുഗ്രഹം പ്രാപിക്കും, യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ ദേശം അനുഗ്രഹം പ്രാപിക്കുമെന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അത് ആരിലൂടെയാണ്? ദൈവം തൻ്റെ ആത്മാവിലൂടെ ഓരോ വ്യക്തികളിലൂടെയും പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ ദേശത്തേക്ക് കൃപയൊഴുകുന്നു. എന്നാൽ ആ ദേശത്തേക്ക് കൃപയൊഴുകാതിരിക്കാം. രാജ്യം പോലും നശിച്ചു പോകുന്നതിൻ്റെ കാരണം രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാർ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ നേതാക്കന്മാരിലൂടെ ദൈവത്തിന് അനുഗ്രഹം രാജ്യത്തേക്ക് വർഷിക്കുവാൻ തടസ്സമായി മാറ്റപ്പെടുമ്പോൾ രാജ്യം പോലും ഛിന്നഭിന്നമായി പോകും. ഞാൻ രാജ്യമെന്ന് ഉദ്ദേശിച്ചത് ഈ ലോകം ഭരിക്കുന്ന ലോകരാജ്യം മാത്രമല്ല. ഇന്ന് വിശ്വാസികളുടെ കൂട്ടായ്മയും ഒരു ദൈവരാജ്യാനുഭവത്തിൽ പോകുന്നത് പോലും ഇങ്ങനെ ഛിന്നഭിന്നമായി പോകും. അതുകൊണ്ട് ഇവിടെ കർത്താവ് പറയാണ്, നിങ്ങൾക്ക് ഇരട്ടി, നിങ്ങളുടെ ദേശത്തെ ഇരട്ടി ഓഹരി പരിശുദ്ധാത്മാവിന് ലഭിക്കും. ആനന്ദം നിങ്ങൾക്ക് ലഭിക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ച് നോക്ക്. വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ, സാവൂളായിരുന്ന കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുവാൻ വേണ്ടി അധികാരപത്രവും വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സാവൂള്, ആ സാവൂളിനെ സംബന്ധിച്ച് പിന്നീട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാൻ സാധിക്കും. അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ട് കിടക്കുന്ന സമയത്ത് അനനിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ സാവൂളിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ്റെ ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പറയപ്പെട്ട കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരാനന്ദമുണ്ടാകുന്നത് തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ്റെ കണ്ണിൽ നിന്ന് ചിതമ്പലുകൾ എന്തോപോലെ പൊഴിഞ്ഞു വീണു. അവൻ്റെ കണ്ണിന് കാഴ്ച ലഭിച്ചു. കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിക്ക് കാഴ്ച ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം നിസ്സാരമല്ല. അത് നിസ്സാരമല്ല. അതുപോലെ തന്നെ സാവൂള് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും തുടർന്ന് വായിക്കുമ്പോൾ. ആ ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് അവനൊരു വീണ്ടും ജനനം, ഒരു പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ അവനുണ്ടായ ആനന്ദം, അത് മരണത്തിൻ്റെ മുൻപിൽ പോലും സാവൂളിൻ്റെ ജീവിതത്തിൽ, പൗലോസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പൗലോസിൻ്റെ ജീവിതത്തിൽ ആ മരണത്തിൻ്റെ മുൻപിൽ പോലും പൗലോസും സീലാസും കൂടി സങ്കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ വിശുദ്ധ ഗ്രന്ഥത്തിൽ.
അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായം വായിക്കുമ്പോൾ രണ്ടുപേരും കാരാഗ്രഹത്തിൽ ശരീരം മുഴുവൻ അടിച്ച് മുറിവേറ്റ് കിടക്കുമ്പോൾ ആ മുറിവേറ്റ് കാരാഗ്രഹത്തിൽ കിടക്കുന്ന സാഹചര്യത്തിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സങ്കീർത്തനം പാടി ദൈവത്തെ ആരാധിച്ച് സന്തോഷിക്കുന്ന, ആനന്ദിക്കുന്ന ഒരു പൗലോസിനെയും സീലാസിനെയും നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാൻ സാധിക്കും. പക്ഷേ ഈ കാലഘട്ടത്തിലുള്ള പൗലോസുമാരും സീലാസുമാരും ഒരുപക്ഷെ കൊടിയും എടുത്തുകൊണ്ട് അവർ ചിലപ്പോൾ ഒരുപക്ഷെ പുറത്തേക്ക് ഇറങ്ങിന്നിരിക്കും. പക്ഷേ ഇവിടെ കൊടിയെടുക്കുകയല്ല ചെയ്തത്, ഇവിടെ ആനന്ദിക്കുന്നു. ആ കാരാഗ്രഹത്തിൽ കിടന്ന് പൗലോസും സീലാസും ആനന്ദിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ ആ കാരാഗ്രഹത്തിൽ കിടന്ന വ്യക്തികളിലേക്ക് പോലും ദൈവീക ചൈതന്യം ഒഴുകിയെത്തി. അവരുടെ കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അവിടെ അത് സംഭവിച്ചത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തന്നെയായിരുന്നു അവിടെ ഉണ്ടായത്. ദൈവിക ചൈതന്യമാണ് അങ്ങോട്ട് ഒഴുകിയെത്തിയത്. ചുമ്മാ നിസ്സാര പരിപാടിയല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ദൈവിക ചൈതന്യം അവിടെ ഒഴുകിയെത്തുന്നു. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങുക മാത്രമല്ല, ബന്ധിക്കപ്പെട്ടിരുന്ന കയറുകൾ, ചങ്ങലകൾ അറ്റുവീഴുന്നു. ആനന്ദം, കാരാഗ്രഹം മുഴുവൻ ആനന്ദം. ഇന്ന് പല കൂട്ടായ്മകളും കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിലാണ് എങ്കിൽ ആ കൂട്ടായ്മകളിലേക്കൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലം തന്നെയാകുന്ന ആനന്ദം കൊണ്ട് ഓരോ മക്കളും നിറയുമ്പോൾ ആ കൂട്ടായ്മ അനുഗ്രഹത്തിൻ്റെ കൂട്ടായ്മയായി മാറ്റപ്പെടും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. ദൈവം വാക്കുമാറാത്തവനാണ്. പൗലോസിനോ സീലോസിനോ ശിഷ്യന്മാർക്കോ ലഭിച്ച പരിശുദ്ധാത്മാവിലൂടെ ലഭിച്ച ആനന്ദം നിത്യമായിരുന്നുവെങ്കിൽ ഇന്ന് സഭയിലെ മക്കളെ നമുക്കോരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്ന ആനന്ദവും നിത്യമാണ്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് പറഞ്ഞുവല്ലോ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന ആനന്ദം നിത്യമായിരിക്കുമെന്ന്. സഭയിലെ ഓരോ രക്തസാക്ഷികളുടെയും ജീവിതത്തിൽ പീഡനങ്ങളുണ്ടായപ്പോൾ പീഡനങ്ങളുടെ മധ്യേ നിന്നുകൊണ്ട് ആനന്ദിച്ച, സന്തോഷിച്ച അതേ അനുഭവം ഞങ്ങൾക്കും ഞങ്ങളുടെ കൂട്ടായ്മയിലും ഞങ്ങളുടെ ദേശത്തും ഈ ആനന്ദം പങ്കുവെച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ ഓരോരുത്തരിലും ഒന്ന് നിറഞ്ഞ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.